ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ആസ് എ ടെക്നോളജി ഒരു മച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റപ്റ്റീവ് ടെക്നോളജി ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. ആൻഡ് മെനി ട്രീറ്റ് ദം ഇറ്റ് ആസ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഓൾസോ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഗവൺമെൻറ്റ്സ് ആർ നോട്ട് സപ്പോർട്ടിങ് ഇറ്റ്. മെനി ഓഫ് ദം ആർ ട്രൈയിങ് ടു ബാൻ ഇറ്റ്. സോ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏതെല്ലാം മേഖലകളിലാണ് ബിറ്റ്കോയിൻ ഡിസപ്ഷൻ കൊണ്ടുവരുന്നത്? അത് ആക്ച്വലി നമുക്ക് നല്ലതാണോ അതോ അതിൻ്റെ നെഗറ്റീവ്സ് ആണോ കൂടുതൽ? ഈ വക കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ 360-degree വ്യൂ ഓഫ് the areas in which Bitcoin is making disruptions and the actual value proposition of Bitcoin, let's dive deep and try to understand everything in and around Bitcoin. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ we are trying to understand different aspects of Bitcoin in detail. സോ അതുകൊണ്ട് ഇതൊരു 4 എപ്പിസോഡ്സ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിറ്റ്കോയിന് 2 ഭാഗങ്ങളുണ്ട്. ആക്ച്വലി ഒന്ന് ബിറ്റ്കോയിൻ നെറ്റ്വർക്കും പിന്നെ BTC എന്ന് പറയുന്ന ബിറ്റ്കോയിൻ ടോക്കണും. അപ്പോൾ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ബിറ്റ്കോയിൻ ആസ് എ നെറ്റ്വർക്ക്. വൈ ഇസ് ഇറ്റ് സോ സെക്യൂർഡ് ആൻഡ് സേഫസ്റ്റ് ഫോം ഓഫ് ലെഡ്ജർ എവർ ഇൻവെൻറ്റഡ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അതിൻ്റെ ഒരു ഇവല്യൂഷൻ, അതായത് ഇപ്പോൾ അതെന്ത് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ ഹൗ ഇറ്റ് വാസ് ബിഫോർ എന്ന് നമുക്കറിയണം. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി തൊട്ടിട്ട് വാട്ട് ഡിസപ്ഷൻ ഇറ്റ് ഈസ് ബ്രിങ്ങിങ് ഇൻ ടു ലെഡ്ജർ പാർട്ട് ഓഫ് ഇറ്റ്, ദാറ്റ് ഈസ് ദ അക്കൗണ്ടിങ് പാർട്ട് ഓഫ് ഇറ്റ്. രണ്ടാമത് അതിൻ്റെ ടോക്കൺ, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൻ്റെ ടോക്കൺ BTC എന്ന് പറയുന്ന ടോക്കൺ ഈസ് ആക്ടിങ് ആസ് മണി. സോ ദാറ്റ് ഈസ് ഡിസ്റപ്റ്റിംഗ് ദ മണി പാർട്ട് ഓൾസോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വി വിൽ ഡിസ്കസ് ദ ഇവല്യൂഷൻ ഓഫ് മണി ആൻഡ് വാട്ട് ഡിസ്റപ്ഷൻ it is happening in terms of money. Then we will get a little bit of technical part of it. അതൊരു ഓവർവ്യൂ സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ നമ്മൾ അതിൻ്റെ ബാക്ക് എൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ, അല്ലെങ്കിൽ മൈനിങ് എന്താണ്, റിവാർഡ്സ് എന്താണ്, ഹാഷിംഗ് എന്താണ്, വാട്ട് ഈസ് 256 SHA 256 ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം എന്താണ്, അങ്ങനത്തെ ടെക്നിക്കലൊക്കെ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ കവർ ചെയ്യും. ആൻഡ് ദെൻ ദ ഫോർത്ത് പാർട്ടിൽ we will be covering എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റ്സ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഈസ് ദർ എ വാലിഡ് റീസൺ? ഇത് ബാൻ ചെയ്യേണ്ടതാണോ അതോ റെഗുലേറ്റഡ് ആക്കേണ്ടതാണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്? ഇതൊക്കെ നമ്മൾ 4th എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. സോ ആസ് ഐ മെൻഷൻഡ്, ഇഫ് യു വാണ്ട് ടു നോ ഓൾ ദീസ്, പ്ലീസ് സബ്സ്ക്രൈബ് നൗ ആൻഡ് ഗെറ്റ് ആൻ early notification. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് പാർട്ട് 1. സോ പാർട്ട് 1ൽ നമ്മൾ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറാണ്. ഐ മീൻ ഓരോ ടേംസും വി വിൽ ഗോ ഇൻ ഡീറ്റെയിൽസ് ആൻഡ് ദാറ്റ് ഈസ് ദി മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. സോ വെൻ ഐ സേ ഡിസ്ട്രിബ്യൂട്ടഡ്, it has multiple nodes, multiple copies are operating. It is not like one centralized entity is controlling it. Okay, keep that in mind. So now, in order to understand how this ledger, let's dive deep into the ledger part of it. So ledger എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് നോട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ്, ആ ഒരു ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. പണ്ട് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ബാങ്കിലൊക്കെ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞ എത്ര കട്ടിയുള്ളൊരു ബുക്കുകളായിരുന്നു. സോ അതിനെയാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ ട്രാൻസാക്ഷൻസും ദേ വിൽ റെക്കോർഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ബാക്ക് ഇൻ ടു BC. സോ ഏർലിയർ കാശ്, അതായത് കാശിൻ്റെ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മണി, ആൾക്കാർ ലോൺ കൊടുക്കുക, സാധനങ്ങൾ മേടിക്കുക, അതൊക്കെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷനിലായപ്പോൾ അതെല്ലാം ഓർത്തു വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ്. So initially it started with a very simple form called single entry accounting. It started long back, around 3200 BC in and around. So അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ let us imagine 2 entities. A is giving 100 rupees to B. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ ബുക്കിൽ എഴുതി വയ്ക്കും 100 rupees is given. കുറച്ച് കഴിഞ്ഞിട്ട് B തിരിച്ച് പേ ചെയ്യുമ്പോൾ എഴുതും ഓക്കെ ഐ ഗോട്ട് 55 ബാക്ക്, റിമൈനിങ് 45. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 45 കൊടുക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ്ഡ്, അങ്ങനെ എഴുതി വയ്ക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്.
നോട്ട് എവറിബഡി വാസ് എഡ്യൂക്കേറ്റഡ്, നോട്ട് എവറിബഡി നോ ഹൗ ടു ട്രാക്ക് ഇറ്റ് പ്രോപ്പർലി. സോ അപ്പോൾ അവർ അവിടുത്തെ ഒരു റിലേറ്റീവ്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, സ്ക്രൈബ്സ് എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോടു കൂടി അതിൽ എഴുതി വയ്ക്കാൻ തുടങ്ങി. സോ ടു തിങ്സ്, the people A and B has to depend on the scribe called a single person, and they were completely dependent on him, and A has the knowledge to manipulate the data and steal money. Other any system when it start it is not perfect, and as it grow അത് മെച്ചുവേർഡ് ആയി വരും. സോ ഈ ഒരു സിസ്റ്റമാണ് കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലുള്ള ഒരു ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സ്റ്റാർട്ടായി. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ആൻഡ് അറൗണ്ട് 1600, അതായത് അറൗണ്ട് ഒരു 400 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ, അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം, ദാറ്റ് ഈസ് വാട്ട് വി കറൻ്റ്ലി യൂസ് ഇൻ ബാങ്ക്സ് ഓൾസോ, ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് അത് ലെഡ്ജർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എയുടെ ലെഡ്ജറാണ് കാണിച്ചിരിക്കുന്നത്. അതിന് 2 പാർട്ടായിട്ട് നമ്മൾ കാണിക്കും. ഒന്ന് ക്യാഷ് അസറ്റ്സും ഒന്ന് റിസീവബിൾ അല്ലെങ്കിൽ ലോൺ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഈ എയുടെ ക്യാഷ് രജിസ്റ്റർ ഇങ്ങനെ നോക്കിയാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ 100 രൂപ കൊടുത്തപ്പോൾ ഇറ്റ് ഹാസ് -100 ആണ്. അതിൻ്റെ റിസീവബിൾ ആയിട്ടുള്ളത് 100 ആണ്. ദെൻ ഒരു 55 കിട്ടുമ്പോൾ -45 ഈസ് ടു കം, റിസീവബിൾ അസറ്റ് ഈസ് 55 ഉണ്ടാവും. പിന്നെ ആ 55 അടയ്ക്കുമ്പോൾ ബാക്കി കിട്ടാനുള്ളത് 0 ആണ്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് അസറ്റ്സും റിസീവബിൾ അസറ്റ്സും കൂടി ടാലി ആക്കുമ്പോൾ ഈക്വലായി വരണം. സോ ഇറ്റ് വാസ് ഈസി ഫോർ ഓഡിറ്റിംഗ്. പക്ഷേ ഈ ഒരു ഡബിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റവും ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ എരിബഡി. നമുക്കറിയാം, നമ്മൾ എത്ര പേർക്ക് അറിയാം ഈ ഒരു സിസ്റ്റം ഇൻ ഡെപ്ത്, വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ഈ സിസ്റ്റം adopted by all the middle persons, like there is institutions started coming in to maintain it. Accounting firms, auditing firms, bank, ഇവരെല്ലാം ഇതിൻ്റെ മിഡിൽ ലെയറിൽ ആക്ട് ചെയ്യാൻ തുടങ്ങി. സോ ദേ were acting as the bookkeepers for these ledgers. ഇവിടെയും ഒരു ട്രസ്റ്റഡ് ബാങ്ക് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി വേണം. ഓക്കെ, ആൻഡ് ബാങ്കിന് വേറൊരു ഇതും കൂടി അഡ്വാൻറ്റേജും കൂടിയുണ്ട്. They are the one who is transferring the money between these two entities. Since after the introduction of digital cash, digital money വരുമ്പോൾ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നത് ബാങ്കാണ്. ഓക്കെ, സോ വി നീഡ് ടു സീക്ക് പെർമിഷൻ ഫ്രം ബാങ്ക് ടു ട്രാൻസ്ഫർ ദ മണി, ആൻഡ് ദാറ്റ് അക്കൗണ്ട് ഓർ ലെഡ്ജർ എൻട്രി ഈസ് മെയ്ഡ് ബൈ ബാങ്ക്. സോ അഗെയിൻ വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ എ സെൻട്രലൈസ്ഡ് എൻറ്റിറ്റി. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി ക്യാൻ ബി കോംപ്രമൈസ്ഡ് ബൈ എനി റോഗ് ഇൻസൈഡ് ദ ബാങ്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ആസ് വി നോ, എല്ലാ ടെക്നോളജിയും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005 ഇയാൻ ഗ്രിഗ് എന്ന് പറയുന്ന ഒരു ആൾ ഒരു ട്രിപ്പിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. സോ ദ ഐഡിയ ഈസ്, ഒരു ക്രിപ്റ്റോഗ്രാഫിക് സിഗ്നേച്ചർ അതിൻ്റെ അടിയിൽ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഒരു ക്രിപ്റ്റോഗ്രാഫിക് സിഗ്നേച്ചർ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. So that is a one more entity that is called the so first of all the existing double entry ക്ക് കൂടാതെ ഒരു cryptographic hash entry കൂടി we have to add so that each transaction is then and there validated and signed. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പുള്ളി പ്രപ്പോസ് ചെയ്തു. പക്ഷേ there was no effective implementation for a pretty long time. So അതങ്ങനെ പോകുമ്പോഴാണ് in 2008 സതോഷി നാക്കമോട്ടോ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, വി ഡോണ്ട് നോ ഹൂ ഈസ് ഹി, ആ പുള്ളി ഈ ഒരു ട്രിപ്പിൾ എൻട്രി കൺസെപ്റ്റ് ഒരു ഇമ്മ്യൂട്ടബിൾ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ലെഡ്ജർ, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇറക്കി. സോ ദാറ്റ് ഈസ് കോൾഡ് ബിറ്റ്കോയിൻ നെറ്റ്വർക്ക്. സോ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് disruption that Bitcoin is introducing. So the ledger, the accounting practices made so tight, it introduced triple entry accounting. So ഇവിടുത്തെ ഇമേജിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എ ബിക്ക് കൊടുത്തു, അതായത് 31 ഇതിന്ന് ഇത്ര കൊടുത്തു, 12 BTC ആണ് അവരുടെ ബാലൻസ്. അതിൽ ഒരു 0.5 അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തു. സോ ദി റിമൈനിങ് ഈസ് ദ ബാലൻസ്. അപ്പോൾ ഇതങ്ങനെ എഴുതി വെക്കുന്നതിനോടൊപ്പം, ആസ് യു ക്യാൻ സി, ദർ ഈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ദർ ഈസ് വൺ മോർ വെരിഫിക്കേഷൻ ID. സോ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും അത് അപ്പോൾ തന്നെ വെരിഫൈ ചെയ്തിട്ട് ഒരു ഹാഷ് ID എന്ന് പറയുന്ന
ഒരു കീ, ലെറ്റ്സ് കോൾ ഇറ്റ് ഹാഷ് ഐ ഡി. മോർ ഡീറ്റെയിൽസ് വി വിൽ സീ വെൻ വി റീച്ച് ദ ടെക്നിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഹാഷ് ഐ ഡിയും കൂടി വെച്ച് അതങ്ങോട്ട് ഉറപ്പിക്കും. സോ ദിസ് എൻട്രി ഈസ് കറക്റ്റ്. സോ ഓരോ ട്രാൻസാക്ഷനിലും ഈ സീലിംഗ് വരികയാണ്. സോ ഇറ്റ് ഈസ് വെരിഫൈഡ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി എനി പ്രീവിയസ് ട്രാൻസാക്ഷൻ ഈസ് ഇമ്മ്യൂട്ടബിൾ. സോ ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പബ്ലിക് ആണ്. ഓൾ ദ ട്രാൻസാക്ഷൻസ് in BTC can be verified. So you see, there is three layered advantage. First of all, it implemented a triple entry accounting system which was not possible. First disruption. Second, it was immutable. In the sense, ഒരിക്കൽ അത് നടത്തി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ബാങ്കിലൊക്കെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഓവർ റൈറ്റ് ഇഫ് യു വാണ്ട്. പക്ഷേ ഇതിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. 3, ഇറ്റ്സ് എ പബ്ലിക് ലെഡ്ജർ. ദർ ഇസ് നോ ട്രസ്റ്റ് ഇഷ്യൂ. ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം പോലും വരുന്നില്ല. എത്ര പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെഡ്ജേഴ്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും വെരിഫൈ ചെയ്യാൻ? 0. നോബഡി റിലീസസ് ദെയർ ലെഡ്ജർ. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ, അതായത് നമുക്ക് കാശ് ട്രാൻസാക്ട് ചെയ്യുന്നതിനും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒരു സെൻട്രൽ എൻറ്റിറ്റി വേണം. അത് ട്രാൻസ്പെറൻ്റ് അല്ല. ആൻഡ് ദേ ഹാവ് സൂപ്പർ പവർ ടു എഡിറ്റ് ആൻഡ് മോഡിഫൈ. ഇങ്ങനെയുള്ളൊരു ലോകത്ത്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഒരു കംപ്ലീറ്റ്ലി പ്രോഗ്രമാറ്റിക്കലി റൺ ആയിട്ടുള്ള ഒരു ന്യൂ സിസ്റ്റം, BTC എന്ന് പറയുന്നൊരു ന്യൂ സിസ്റ്റം വരുന്നത്. അവിടെ എന്തൊക്കെയാണ് ഡിസ്റപ്ഷൻസ്? ഫസ്റ്റ്, ട്രിപ്പിൾ എൻട്രി അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റഡ്. സെക്കൻഡ്, ഇറ്റ് ഈസ് പബ്ലിക് ആൻഡ് വെരിഫയബിൾ, ട്രസ്റ്റ്ലെസ്, യു ഡോണ്ട് നീഡ് ടു ട്രസ്റ്റ് എനിബഡി. തേർഡ്, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് പിയർ ടു പിയർ, ദർ ഈസ് നോ സെൻട്രൽ എൻറ്റിറ്റി. അതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, സോ ഇതാണ് ബിറ്റ്കോയിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സോ ദ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് എ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. അതിൽ ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഇൻ പബ്ലിക്, നോ നീഡ് ടു വെരിഫൈ ബൈ എനിബഡി. ദെൻ തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ വർക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്. അതിലിപ്പോൾ 1-2 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നോഡ്, ഒരു എൻ്റയർ സിസ്റ്റം ഡൗൺ ആയാലും ഇറ്റ് വിൽ ബി ലൈവ്. ബാങ്ക് ഈസ് ലൈക്ക് മെനി ടൈംസ് വി ഹാവ് സീൻ ബാങ്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും, റീച്ചബിൾ അല്ല. ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ഇസ് നെവർ ലൈക്ക് ദാറ്റ്. ഇറ്റ് വർക്ക്സ് 24/7, ഓൾവേസ് ലൈവ്. പിന്നെ മോസ്റ്റ് സെക്യൂർഡ് ആൻഡ് ഓഡിറ്റബിൾ അക്കൗണ്ടിങ്. ഇതാണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലെഡ്ജർ മെയിൻറ്റെയിനിങ് പാർട്ടിൽ ബിറ്റ്കോയിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ BTC പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വാട്ട് ഈസ് BTC? ബിറ്റ്കോയിൻ, ദ ക്രിപ്റ്റോഗ്രാഫിക് കറൻസി, ദ ഡിജിറ്റൽ കറൻസി ദാറ്റ് വി കോമൺലി റെഫേർഡ് ആസ് BTC. അവിടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത, കില്ലർ ഫീച്ചർ വരുന്നത്. അവിടെ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ഇങ്ങനെ റൺ ചെയ്യുന്നതിന് നമുക്ക് കമ്പ്യൂട്ടേഴ്സ് വേണം. അതല്ലെങ്കിൽ ASIC മൈനേഴ്സ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള മെഷീൻസ്. അത് മേടിക്കണം. ഇറ്റ് ഇൻവോൾവ്സ് മണി. അതിന് ഹ്യൂജ് ഇലക്ട്രിസിറ്റി വേണം. വി ഹാവ് ടു പേ ഇലക്ട്രിസിറ്റി ബിൽ. അത് സേഫായിട്ട് റൺ ചെയ്യാനുള്ള സ്റ്റേഷൻസ് വേണം. മൈനിങ്, വി കോൾ ഇറ്റ് ആസ് മൈനിങ് ഫാം ഓർ മൈനിങ് റിഗ്, അത് വേണം. ഇത് നോക്കി നടത്താനുള്ള എംപ്ലോയീസിൻ്റെ ലേബേഴ്സ് വേണം. സോ ഇൻ ഓർഡർ ടു റൺ ദ സിസ്റ്റം, because we are not inviting any corporate, it has to be run by common people, right? So there has to be a reward for that. അതിനൊരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പ്രതിഫലം വേണം അവർക്ക്. അപ്പോൾ അതിനുള്ള പ്രതിഫലമായിട്ട് ഈ നെറ്റ്വർക്ക് കൊടുക്കുന്ന റിവാർഡാണ് BTC ടോക്കൺ. ഈ റിവാർഡ് കൊടുക്കുന്നതിനെയാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ ഒരു സൈഡിൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ ലെഡ്ജർ, വേറൊരു സൈഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് BTC എന്ന് പറയുന്ന ടോക്കൺ റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ടോക്കണ് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മണി വിതിൻ ദാറ്റ് നെറ്റ്വർക്ക്. അങ്ങനെയാണ് ബിറ്റ്കോയിൻ തുടക്കത്തിലൊരു വാല്യൂ ഇല്ലാതിരുന്ന ബിറ്റ്കോയിൻ ഓവർ എ പീരീഡ് വില കൂടി വരുന്നത്, ബിക്കോസ് അതിൻ്റെ സപ്ലൈ ഇസ് ലിമിറ്റഡ്. അപ്പോൾ ആ ക്യാഷ് ആ നെറ്റ്വർക്കിൽ, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ BTC എന്ന് പറയുന്ന ടോക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതായത് ഇപ്പോൾ ഇന്ത്യയിലത്തെ കറൻസി റുപ്പി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ BTC എന്ന് പറയുന്ന ടോക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദർ ഈസ് നോ സെൻട്രൽ എൻറ്റിറ്റി. അത് ഇപ്പോൾ പോയിൻ്റ് A ടു പോയിൻ്റ് B സെൻഡ് ചെയ്യണമെങ്കിൽ ഓൺലി ദോസ് ടു ഹാവ് ടു തിങ്ക്. അതിലൊരു ഇടയ്ക്കുള്ള ഒരാളുടെ അപ്രൂവലോ വാലിഡേഷനോ ഒന്നും വേണ്ട. ദർ ഈസ് നോ സെൻട്രൽ എൻറ്റിറ്റി. മച്ച് ഫാസ്റ്റർ. ഓരോ ബിറ്റ്കോയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് 10 minutes ആണ്. സോ യൂഷ്വലി
reach to the entity in 10 minutes. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമില്ല, ബാങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത്. ദ മെയിൻ അഡ്വാൻറ്റേജ് കംസ് ഇൻ ക്രോസ് ബോർഡർ ട്രാൻസ്ഫർ. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മളിപ്പോൾ കറൻസി അയക്കണമെങ്കിൽ മിനിമം 24 hours to 48 hours ആണ് ടൈം ലൈൻ. വേറാസ് BTC കറൻസി റീച്ചസ് ഇൻ 10 minutes. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എത്രയാണെന്ന് നോക്കൂ. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് മച്ച് ചീപ്പർ. ഇപ്പോൾ നമ്മളൊരു 100 രൂപ 1000 രൂപ അയക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇഫ് യു ആർ സെൻഡിങ് ബൾക്ക് എമൗണ്ട്, ലെറ്റ്സ് സേ ലൈക്ക് ഒരു 2 crore 3 crore അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണമെങ്കിൽ ഹൗ മച്ച് ഫീ ബാങ്ക് ചാർജ്? ഇൻ BTC ഇറ്റ് ഈസ് ഫിക്സ്ഡ്. Irrespective of the amount, it is fixed. So it is more secure, faster and cheaper for big transactions. So obviously all big players will be coming into BTC. അല്ലേ? അപ്പോൾ much faster, much cheaper, much secure and no involvement of middlemen. See how beautiful it is. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകളാണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കും ബിറ്റ്കോയിൻ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So it is real, it is happening, and all the last 10 years technology has been evolved a lot, and it has evolved to multiple layer 1s and smart contract and much more. അത് നമ്മൾ പിന്നീട് വരുന്ന എപ്പിസോഡ്സിൽ കാണും. പക്ഷേ ഇതാണ് ബിറ്റ്കോയിൻ്റെ കില്ലർ ഡിസ്റപ്റ്റീവ് ഫീച്ചർ. ഇത്രയും പവർഫുള്ളായിട്ടൊരു ടെക്നോളജി വരുമ്പോൾ ഡു യു തിങ്ക് ഇറ്റ് ക്യാൻ ബി കിൽഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്? നോ, നോട്ട് അറ്റ് ഓൾ. ഗവൺമെൻറ്റ്സ് എതിർക്കുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ബട്ട് യു സീ, ഇറ്റ് ഈസ് എ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് the way we handle money. ഓക്കെ, അപ്പോൾ ഹാൻഡിൽ മണി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മണി ഇൻവോൾവ് ആകുന്നത്? ഇപ്പം നമ്മൾ കണ്ടത് ലെഡ്ജർ ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെ സേഫ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു മണി വാട്ട് ഈസ് ദ ഇവല്യൂഷൻ ഓഫ് മണി, കാശ് എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്, ആൻഡ് ഇൻ വാട്ട് വേ ദിസ് ഡിജിറ്റൽ കറൻസി ഈസ് ഡിസ്റപ്റ്റിംഗ് ദ വേൾഡ്, അല്ലെങ്കിൽ വാട്ട്സ് ദ ഫ്യൂച്ചർ, അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഇൻഫോർമേറ്റീവ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിപ്റ്റോ. താങ്ക് യു ഗൈസ്. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ സൈനിങ് ഓഫ്. താങ്ക് യു.